ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണെന്നറിയോ? ദാ ഈ കാണുന്ന കിച്ചൺ തന്നെയാണ്. നല്ല മഴ ആയതുകൊണ്ട് തന്നെ രാവിലെ ഒരല്പം വൈകിയാണ് എണീറ്റത്. ഇതിനൊന്നും എനിക്ക് ഒരാളോടും റീപ്ലൈ കൊടുക്കാൻ പോണ്ട. നേരത്തെ എണീക്കാത്തതിൻ്റെ റീസൺ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരാളെയും ബോധ്യപ്പെടുത്താനും പോവണ്ട. അൽഹംദുലില്ലാ, ഒരു കാലത്ത് ഞാൻ ആഗ്രഹിച്ചിരുന്ന ജീവിതമാണ് ഇപ്പം ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചെങ്കിലും ആൾക്കാർക്ക് ഞാൻ പറഞ്ഞത് കണക്റ്റ് ആവുമെന്ന് തോന്നുന്നു. അല്ലാത്തവർക്ക് ഇതൊക്കെ ഭയങ്കര നിസ്സാരയിക്കാരട്ടോ. ഇന്നലെ രാത്രി ഞാൻ കിടക്കാൻ നേരത്ത് പ്ലാൻ ചെയ്ത മെനു അല്ല ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. രാവിലെ നേരം വൈകി എണീറ്റതുകൊണ്ട് തന്നെ പ്ലാൻ മൊത്തം ചേഞ്ച് ആയിട്ടുണ്ട്. നിഷുവിന് സ്കൂളുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ ആൾക്ക് ലഞ്ച് കൊണ്ടുപോകണം. സോ പെട്ടെന്ന് തന്നെ അതാണ് സെറ്റ് ചെയ്തെടുക്കണത് കേട്ടോ. അങ്ങനെ കുക്കറിൽ നെയ്ച്ചോറും സെറ്റാക്കി തൊട്ടപ്പുറത്ത് തന്നെ ചേന ഫ്രൈയും റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇതന്നെയാണ് ഒക്കെ കഴിക്കാനും കൊടുക്കുന്നത്. അതിന് ശേഷമാണ് നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ അങ്ങോട്ട് സെറ്റാക്കി എടുത്തത്. രാവിലെ ഞാൻ എണീറ്റ അതിനിപ്പോൾ എത്ര സുബൈക്കാണേലും ശരി എൻ്റെ പുറകെ തന്നെ ഐബുട്ടനും എണീക്കും കേട്ടോ. നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിൽ ഐബുട്ടന് 5 മാസമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെ ഈ ചെറിയ കുട്ടീനെയും കൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കാന്നൊക്കെ. എല്ലാവരും അത് ചോദിച്ചപ്പോൾ ഞാനും തന്നെ ഒന്ന് പതറി, പഠിച്ചോനെ എന്നെ കൊണ്ട് ഇത് കഴിയൂലേ എന്നുള്ളത്. പിന്നെ ഞാൻ റിയലൈസ് ചെയ്തു നമ്മളങ്ങോട്ട് കുറച്ച് ഇടങ്ങാറായാലും വേണ്ടില്ല, സമാധാനം അതിലും വലുതായിട്ട് വേറെ ഒന്നുമില്ല എന്നുള്ളത്. ഇവിടെ തന്നെ ഒരാളും ജഡ്ജ് ചെയ്യാനില്ല. ഞാൻ എപ്പോൾ എഴുന്നേൽക്കുന്നു, ഞാൻ എന്തുണ്ടാക്കുന്നു, എങ്ങനെ ഉണ്ടാക്കുന്നു, എന്തൊക്കെ എവിടേക്ക് വെക്കുന്നു, അതിലൊന്നും ഒരാളും എന്നെ നിയന്ത്രിക്കാനില്ല കേട്ടോ. ഒരിക്കലും ഞാൻ എൻ്റെ വാക്കുകളിലൂടെ ഒരാളെയും കുറ്റപ്പെടുത്തുകയോ താരതമ്യപ്പെടുത്തുകയോ ഒന്നും തന്നെയല്ല ചെയ്യണത്. ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തയിക്കാരം. സോ ഞാൻ പറയുന്നത് എല്ലാവർക്കും അങ്ങോട്ട് കണക്റ്റ് ആയിക്കോണമെന്നില്ല. എനിവേ, രാവിലെ വലിയൊരു കൊട്ടിക്കലാശത്തിന് ശേഷം നിഷുദാ സ്കൂൾക്ക് പോകാൻ തുടങ്ങുകയാണ്. അതിപ്പോൾ എല്ലാ വീട്ടിലും ഇതൊക്കെ തന്നെ ഇക്കാരം അവസ്ഥ അല്ലേ. ഓലെ പറഞ്ഞേക്കോളം ഭയങ്കര പ്രശ്നങ്ങൾ തന്നെ ഇക്കാരം. പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇടങ്ങേറിയിക്കാരം കേട്ടോ, പോയല്ലോ എന്ന് ആലോചിച്ചിട്ട്. ഇതിപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ ഇനി ഒന്നീന്ന് തുടങ്ങിയിട്ട് വേണേ. റവയും അതേപോലെ തന്നെ ഗോതമ്പും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു സൈഡിൽ അതാ ചായ വെച്ചിട്ടുണ്ട്. ചായ നിഷു ചായ കുടിക്കൂല കേട്ടോ. പാൽ ചായ ആണെങ്കിൽ മാത്രമേ കുടിക്കുള്ളൂ. കട്ടനാണെങ്കിൽ ആൾ കുടിക്കൂല, വെള്ളം ഇക്കാരം കുടിക്കുക. അപ്പോൾ രാവിലെ വെള്ളം ഇരുന്ന് കൊടുത്തിട്ടുണ്ട്, ചായ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നേ. അങ്ങനെ ചായയൊക്കെ റെഡിയാക്കി തൊട്ടപ്പുറത്ത് ഇതാ നമ്മുടെ റവയും ഗോതമ്പും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ദോശയും ഉണ്ടാക്കുന്നുണ്ട്. ഇതിപ്പോൾ ആക്ച്വലി നമ്മൾ പ്ലാൻ ചെയ്തതിൻ്റെത് ഇതാ കഴിഞ്ഞ ദിവസത്തെ സാമ്പാർ കുറച്ച് ഇവിടെ ബാലൻസ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് ചപ്പാത്തി ഉണ്ടാക്കാമെന്നൊക്കെയാണ് ഞാൻ കരുതിയേണ്ടത്. പക്ഷേ നമ്മുടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഞാൻ നീക്കാൻ വൈകിയത് കൊണ്ട് തന്നെ പ്ലാനൊക്കെ മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടുണ്ട്. ഈ ഒരു ദോശേൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് തണുത്താൽ ഒരു രസം ഉണ്ടാവില്ല കഴിക്കാൻ. അപ്പോൾ നമ്മൾ ചൂടോട് കൂടിയിട്ട് തന്നെ അതങ്ങോട്ട് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാദറിലോ വന്നീനു കേട്ടോ. ദാ ഈ ചക്കയും കൊണ്ട്. അപ്പോൾ ആൾക്ക് ഇതാ മാംഗോ ജ്യൂസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ചക്കട്ട ഇങ്ങോട്ടും അതിൻ്റെ ഒരു പീസെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരും കേട്ടോ. അകലുമ്പോഴാണ് ബന്ധങ്ങൾക്ക് ആഴം കൂടുക എന്ന് പറയില്ലേ, അത് ശരിക്കും സത്യമാണ് കേട്ടോ. നമ്മളൊന്ന് മാറി താമസിക്കുമ്പോഴേക്കാരും പണ്ടത്തേനേക്കാളും നമ്മുടെ ബന്ധങ്ങൾക്കൊക്കെ കുറച്ചും കൂടെ ആ ഒരു റിലേഷൻ ഉണ്ടല്ലോ അതങ്ങോട്ട് സ്ട്രോങ് ആവുക. ബാലൻസ് വന്ന ജ്യൂസ് ബോട്ടിലാക്കിയിട്ട് ഐബുട്ടിന് കൊടുത്തപ്പോൾ ഓനും ഹാപ്പിയായി. സാധാരണ ഞാൻ ആദ്യം കിച്ചണിലെ പരിപാടികളേക്കാരം കേട്ടോ തീരുമാനമാക്കുക. ചോറ്, കറി, ഉപ്പേരി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ടേക്കാരം മുറ്റടിക്കാനും അകടിച്ചു വാരാനും തുടക്കാനൊക്കെ പോവുക. ഇന്നിപ്പം നേരെ തിരിച്ചാണ്, ചോറ് മാത്രം വെച്ചിട്ടുള്ളൂ. അതിനുശേഷം പെട്ടെന്ന് തന്നെ ക്ലീനിങ്ങിലോട്ട് ഇറങ്ങുകയാണ്. ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ എനിക്കിപ്പോൾ ഇതാണ് ഈസി ആയിട്ട് തോന്നുന്നത്. അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇനിയിപ്പോൾ ആരും മിണ്ടാതെയും പറയാതെയും അകത്തേക്ക് കയറി വന്നാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അത് നീറ്റായി കിടക്കല്ലേ. അത് മാത്രമല്ല നമ്മുടെ ബാക്കി പണികളൊക്കെ എടുക്കാനും തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടുകയും ചെയ്യും. നമ്മളകം മൊത്തം വൈറ്റ് ടൈലായതുകൊണ്ട് തന്നെ അത് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളത് മര്യാദയ്ക്ക് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോയി കാര്യം. സാധാരണ അവിടെ സിറ്റ് ഔട്ടിൽ രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര അഴുക്കയിക്കാരം. നായ്ക്കളും പൂച്ചകളും എല്ലാം കൂടെ ആ കൊച്ചിയും വെളിയും ബഹളും അടിപിടിയിക്കാരം രാത്രി മൊത്തം. അപ്പോൾ ഇന്നിപ്പോൾ എന്തോ ഭാഗ്യത്തിന് അതൊന്നുമില്ല കേട്ടോ. ഇപ്പം നമ്മളിങ്ങനെ വെള്ളം ബോട്ടിലാക്കിയിട്ട് അവിടെ ഫ്രണ്ടിൽ വെച്ച് കൊടുക്കലുണ്ട്. അപ്പോൾ അതുകൊണ്ട് വല്ലാതെ അകത്തേക്ക് കയറണില്ല. അല്ലാന്നുണ്ടെങ്കിൽ ആകെ മൊത്തം പറയണ്ട, രാവിലെ നീക്കുമ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ ആകെ നെഗറ്റീവ് അടിക്കും. പിന്നെ ഒന്നും എടുക്കാൻ തോന്നൂല. നമ്മളെ വീടിൻ്റെ മുന്നത്തെ ഡോറാണെങ്കിലും ശരി, ഇനി ബാക്കത്തതാണെങ്കിലും ശരി,
എപ്പോഴും ക്ലോസ് ചെയ്ത് കൊണ്ടേക്കാറ് കേട്ടോ. ഓപ്പൺ ചെയ്താലുള്ള അവസ്ഥ കണ്ടല്ലോ, പുറത്തേക്ക് ഓടാൻ ഒരു ഗ്യാപ്പ് നോക്കി നിൽക്കുകയാണ് ഐബുട്ടന്. സോ അതങ്ങോട്ട് ക്ലോസ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹാള് അതേപോലെ തന്നെ റൂമുകൾ ഒക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് ക്ലീൻ ചെയ്തിടാണ് കേട്ടോ. ചില ദിവസം ക്ലീൻ ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര എനർജി ആയിക്കാരം. ഇന്നിപ്പം ആ ഒരു എനർജി ഒന്നുമില്ല. ഒന്നാമത്തേത് രാവിലെ നമ്മൾ നേരെ വൈകിയല്ലേ എണീറ്റത്, അപ്പോൾ മൊത്തത്തിലൊരു ഒരു ഉഷാറില്ലായ്മയൊക്കെ ഉണ്ട്. പിന്നുള്ള സമാധാനം എന്താ വെച്ചാൽ ഇന്നിപ്പം അകം തുടക്കാനും കരുതിയിട്ടില്ല, തിരുമ്പാനും കരുതിയിട്ടില്ല. അതൊക്കെ പിറ്റേ ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ 2 ദിവസം കൂടുമ്പോഴാണ് ഈ പറഞ്ഞ 2 പരിപാടികളും ചെയ്യൽ കേട്ടോ. അതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നുള്ളൂ. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഐബുട്ടനെ അങ്ങോട്ട് ഉറക്കിയിട്ടുണ്ട്, പിടിച്ചടം ഉറക്കിയിട്ടുണ്ട്. നല്ല മടിയാണ് ആൾക്ക് ഉറങ്ങാനൊക്കെ. ദിവസം കൂടും തോറും പുതിയ പുതിയ കളികളൊക്കെ പഠിച്ചു വരില്ലേ, അപ്പോൾ ആൾ അതിൻ്റെ ഇൻട്രസ്റ്റിലാണ്. സോ ഓൻ ഉറക്കിയതിന് ശേഷമാണ് ഞാൻ വീണ്ടും കിച്ചണിലോട്ട് ഇറങ്ങിയത്. നമ്മൾ കറി ഉപ്പേരി ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഇനിയിപ്പോൾ മീനാണെങ്കിലും ശരി, അത് ഓൻ ഉറക്കിയാൽ മാത്രമേ ഞാൻ മുറിക്കാൻ നിൽക്കലുള്ളൂ കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അത് മുറിക്കുമ്പോൾ. രാവിലെ ഹസ്ബൻഡ് പുറത്ത് പോണതിൻ്റെ മുമ്പായിട്ട് മീനൊക്കെ കൊടുന്നിട്ടേക്കാരം പോവുക. സോ ഇന്നിപ്പം അയിലാണ് കൊടുന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് അതെടുത്തിട്ട് ഞാൻ മുളകിട്ട് കുറച്ച് അങ്ങോട്ട് മാറ്റി വെക്കണുണ്ട്. പിറ്റേ ദിവസം നമുക്ക് കറി വെക്കേ പൊരിക്കേ എന്താ വെച്ചാൽ സൗകര്യം പോലെ ചെയ്യാമല്ലോ. അപ്പോൾ ക്ലീൻ ചെയ്ത സമയത്ത് എല്ലാം കൂടെ ഒന്നിച്ച് അങ്ങോട്ട് ക്ലീൻ ആക്കി കേട്ടോ. അങ്ങനെ മീൻകറിയൊക്കെ അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ട് നമ്മൾ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ചോപ്പ് ചെയ്തെടുക്കണുണ്ട്. രാവിലെ ഇപ്പോൾ കൊടുന്ന ചക്ക അവിടെ അനാഥമായി കിടക്കുകയാണ് കേട്ടോ. ഇപ്പോഴും എനിക്ക് ഭയങ്കര മടി അയിമ തൊടാൻ. അപ്പോൾ ഞാൻ വിചാരിച്ച് ആദ്യം കറിയും ഉപ്പേരിയൊക്കെ അങ്ങോട്ട് ആക്കട്ടെ എന്നുള്ളത്. എന്നിട്ട് ഐബുട്ടനെ എണീക്കണമെന്നും കാണുന്നില്ല. ഓ സമയം തരികയാണെങ്കിൽ, അതായത് മര്യാദയ്ക്ക് ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ മാത്രം കൈമലാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ആൾ നീക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഉറക്കപ്പിച്ചും ബഹളവും ആകെ മൊത്തം സീനേക്കാരം. അപ്പോൾ ആദ്യം അതെന്താണെന്നറിയട്ടെ എന്ന് വിചാരിച്ച് മീൻകറി ഉണ്ടാക്കലും ക്യാരറ്റ് തോരൻ സെറ്റാക്കലൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് കുറച്ച് നേരം ഐബുട്ടൻ്റെ അടുത്ത് പോയി നോക്കി ആൾ നീക്കോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ നീക്കണ ഒരു ഇതൊന്നും കാണുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ വേഗം കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണൊക്കെ ആക്കിയിട്ട് ചക്ക അങ്ങോട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. ഒരു വശത്തിൻ്റെ മനസ്സിങ്ങനെ പറയുന്നുണ്ട്, അത് മുറിക്കണ്ട മുറിക്കണ്ട മുറിക്കണ്ട, അതവിടെ കിടക്കണോടത്ത് കിടന്നോട്ടെ, എൻ്റെ കൈമലാക്കണ്ട എന്നുള്ളത്. മറുവശത്ത് ഈ പറഞ്ഞ മനസ്സന്നെ എന്നോട് പറയണുണ്ട്, രാവിലെ ഒരാൾ കൊടുന്ന് തന്നതല്ലേ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ കഴിച്ചോട്ടെ ഉണ്ടാക്കിക്കോട്ടെ എന്ന് കരുതിയിട്ടല്ലേ രാവിലെ തന്നെ കൊടുന്നിരുന്നത്. അപ്പോൾ നല്ല കുട്ടിയായിട്ട് മിണ്ടാതെ അതങ്ങോട്ട് ഉണ്ടാക്കിക്കളാം. എന്തല്ലേ എൻ്റെ മനസ്സ് പോണൊരു പോക്ക്. എന്നെ തളർത്താനും പ്രോത്സാഹിപ്പിക്കാനും ഒരു തെണ്ടിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ പോലെ ഒക്കത്തിനും എൻ്റെ മനസ്സ് തന്നെ മതി. എല്ലാ റോളും ആളെന്നെ ഏറ്റെടുക്കണുണ്ട്. അങ്ങനെ ചക്കയൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ അതങ്ങോട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിക്കുള്ള അരപ്പും കൂടെ അങ്ങോട്ട് ആക്കി വെച്ചു കേട്ടോ. കിച്ചണ് തുടക്കാതെ ഒരു രക്ഷയില്ല കേട്ടോ. എത്രയൊക്കെ പണി കഴിയുകയാണെന്നുണ്ടെങ്കിലും ഇതൊന്നും തുടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഐബുട്ടൻ ഉണരാനുള്ള സമയമൊക്കെ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഏറിപ്പോയ 1 മണിക്കൂർ, അതിൽ കൂടുതൽ ആളുറങ്ങൂല. അങ്ങനെ ഇന്നത്തെ കൊട്ടും പാട്ടൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഐബുട്ടൻ ഉണരുമ്പോഴേക്ക് ഞാൻ പെട്ടെന്ന് പോയിട്ട് കുളിച്ച് എൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുത്ത് പിന്നെ ഓൻ എണീറ്റതിന് ശേഷം കുളിപ്പിച്ച് ഓനുള്ള ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ. ഓന് ഫുഡ് എടുക്കുമ്പോൾ ഒരല്പം അധികം ഞാൻ എടുക്കും. എന്താണെന്നറിയില്ല, കുട്ടിക്ക് ചോറ് എടുക്കുമ്പോൾ ഒരു 1 2 ഉരുള ഇടയ്ക്കിടയ്ക്ക് ഞാനും കഴിക്കും കേട്ടോ. എന്നാലും എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ മറക്കാണ്ട് ലൈക്കും ഹൈപ്പും കമൻറ്റും ഒക്കെ ചെയ്തിട്ട് അങ്ങോട്ട് സെറ്റാക്കിക്കോളി. അപ്പം ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.